മീൻ പിടിക്കാനുള്ള ഏറ്റവും പഴക്കമേറിയ രീതികളിലൊന്നാണ് വലയെറിയുക എന്ന് പറയുന്നത്. പക്ഷേ തുടക്കക്കാർ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ, ഒരു വല തിരഞ്ഞെടുക്കുന്നത്, വെയിറ്റ് കൂടുതൽ, വലിയ വല, ഇങ്ങനെയുള്ള ചില മിസ്റ്റേക്കുകൾ കൊണ്ട് നമുക്ക് മീൻ പിടിക്കാൻ പറ്റാതെ വരാറുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വല എത്ര രൂപയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 7 മുഴം വലയാണ്. മുരളിച്ചേട്ടൻ തന്നെ സ്വയം നിർമ്മിക്കുന്നതാണ്, തുന്നി. ഡാമേജുകളൊക്കെ സംഭവിച്ചാലും പുള്ളി തന്നെ റിപ്പയർ ചെയ്ത് റെഡിയാക്കും. റേറ്റ് ഏകദേശം 5000 രൂപയാവും ഇതിൻ്റെ. 5 കിലോയുടെ അടുത്ത് ലെഡ് ഉണ്ട് ഇതിൽ. എറിയുന്നത് ഒരു പ്രത്യേക നാക്കാണ് കേട്ടോ. അത് കുറച്ച് പഠിക്കാനുണ്ട്, പഠിച്ചവർക്ക് എറിയാൻ പറ്റുള്ളൂ. വല എറിയുന്നതിൻ്റെ ചില അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുകയാണ്. വല എറിയുമ്പോൾ ആദ്യമായി ശരിയായി വല തിരഞ്ഞെടുക്കണം. തുടക്കക്കാർക്ക് ഭാരം കുറഞ്ഞതും ചെറിയ വലിപ്പമുള്ളതുമായ കാസ്റ്റ് നെറ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. വളരെ വലിയ വല ഉപയോഗിച്ചാൽ എറിയാനും നിയന്ത്രിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. മീൻ കൂടുതലായി സഞ്ചരിക്കുന്ന ഭാഗങ്ങൾ കണ്ടെത്തണം. നദിയിലെ ശാന്തമായ ഭാഗം, കുളങ്ങളുടെ അരികുകൾ, മരങ്ങളുടെ തണലുള്ള ഭാഗങ്ങൾ, വെള്ളത്തിൽ ചെറിയ മീനിളക്കമുള്ള ഭാഗങ്ങൾ എന്നിവ മീനുള്ളതിൻ്റെ സൂചനകളാണ്. വല എറിയുന്നതിന് മുമ്പ് അതിൽ കുരുക്കുകളിൽ നിന്ന് ഉറപ്പാക്കുക. കയറ് കയ്യിൽ സുരക്ഷിതമായി പിടിക്കുക. വലയുടെ താഴെയുള്ള ലെഡ് വെയിറ്റുകൾ ശരിയായി തൂങ്ങിയിരിക്കണം. വല നന്നായി തുറക്കുമ്പോഴാണ് മികച്ച ഫലം കിട്ടുന്നത്. ശരീരം ബാലൻസ് ചെയ്ത് നിൽക്കുക. വലയുടെ ഒരു ഭാഗം കയ്യിൽ പിടിച്ച് ശരീരം അല്പം തിരിച്ച് സ്വാഭാവികമായൊരു ചലനത്തിന് മുന്നിലേക്ക് എറിയുക. വല വായുവിൽ പൂർണ്ണ വൃത്താകൃതിയിൽ തുറക്കാൻ ശ്രമിക്കുക. ഇത് പരിശീലനത്തിലൂടെയാണ് കൂടുതൽ മെച്ചപ്പെടുകയുള്ളൂ. വല വെള്ളത്തിൽ പതിഞ്ഞ ശേഷം കുറച്ച് സെക്കൻഡുകൾ വെയിറ്റ് ചെയ്യുക. തുടർന്ന് കയർ പതുക്കെ വലിച്ചെടുക്കുക. വേഗത്തിൽ വലിച്ചാൽ മീനുകൾ പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഒഴുക്ക് ശക്തമായ സ്ഥലങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് മത്സ്യബന്ധനത്തിന് പോകരുത്. വഴുക്കുകളുള്ള കല്ലുകൾ, ആഴമുള്ള വെള്ളങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കുക. സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. വല എറിയുമ്പോൾ ഒരു മത്സ്യബന്ധന രീതി മാത്രമല്ല, തലമുറകളായി കൈമാറി വരുന്ന ഒരു പാരമ്പര്യ കലയാണ്. ആദ്യ ദിവസം തന്നെ മീൻ കിട്ടിയില്ലെങ്കിലും നിരാശപ്പെടേണ്ട കാര്യമില്ല. കുറേ തവണ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇത്തരം കൂടുതൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോയിൽ മുരളിച്ചേട്ടൻ പലതവണയായിട്ട് വല എറിയുന്നുണ്ട്. വല പിടിക്കുന്ന രീതി, വല കറക്റ്റായിട്ട് ലെഡുകൾ തൂങ്ങിക്കിടക്കുന്ന, വല നിവർത്തിയെടുക്കുന്ന പല രീതികളിലായിട്ട് പിടിച്ച് കാണിക്കുന്നതാണ്. ഒരെണ്ണമുണ്ട്. അപ്പോൾ ഇന്ന് നിരാശയാണ് മൊത്തം. പോന്നില്ലേ? എറിഞ്ഞു. അമ്മ പോളെ തന്നെ കണ്ടത്. ഇത്രയും നേരം വീശിയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. എന്നാൽ